പലതരം നാർസിസ്റ്റുകളുടെ ഡേ ഇൻ എ ലൈഫ് എങ്ങനെയായിരിക്കും, ഒരു ദിവസം എങ്ങനെയായിരിക്കും. ഒരു നാർസിസ്റ്റിന്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഡെയിലി എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പ്രധാനമായിട്ടും നാർസിസ്റ്റിന്റെ സബ് ടൈപ്പുകളായ ഗ്രാൻഡിയോസ് നാർസിസവും അതായത് ഓവേർഡ് നാർസിസ്റ്റുകളും മറ്റൊരു വിഭാഗമായ വൾണറബിൾ നാർസിസവും അതായത് കോവേർഡ് നാർസിസ്റ്റുകളും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഈ നാർസിസ്റ്റുകൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള സെൽഫ് റെഗുലേഷൻ പറ്റാത്തവരാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം ഇല്ലാത്തവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മറ്റുള്ളവർ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ടിനെ അതായത് നാർസിസ്റ്റിക് സപ്ലൈയാണ് ഇവർ ആധാരമാക്കി ഇരിക്കുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ ജീവിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും മറ്റുള്ളവർ ചുറ്റുമുള്ളവർ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ടിനെ പുറമേ നിന്ന് കൊടുക്കുന്ന ആ നാർസിസ്റ്റിക് സപ്ലൈയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരുടെ ഈഗോ ഇവർ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഉള്ളിലെ ക്രോണിക് ആയിട്ടുള്ള ബേസ് ലൈൻ ആങ്സൈറ്റിയെയും ഇന്റേണൽ ഷെയിമിനെയും ഒരു ഫ്രജൈൽ ആയിട്ടുള്ള സുപ്പീരിയോറിറ്റിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് മറ്റുള്ളവരിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും കിട്ടുന്ന ഈ നാർസിസ്റ്റിക് സപ്ലൈ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നാർസിസ്റ്റിന്റെ ദിനചര്യകളെ പറ്റി സംസാരിക്കാം. ഓരോ ടൈപ്പ് നാർസിസ്റ്റുകളും ഓരോ ദിനചര്യയിലും എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ ഡെയിലി റുട്ടീനുകളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. നാർസിസത്തിനും NPDക്കും വിക്ടിമായവർക്കും അതിന്റെ സർവൈവേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന പിയർ സപ്പോർട്ട് സെഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അടുത്ത വീക്കിലേക്കുള്ള ജോയിൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് ഈ സെഷന്റെ ഭാഗമാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. ആദ്യം പറയുന്നത് രാവിലെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ്, മോർണിംഗിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സപ്ലൈകളെ തേടി തുടങ്ങാനായി മുഖംമൂടി എടുത്തണിയുന്ന നാർസിസ്റ്റ്. ഈ NPD ഇല്ലാത്ത സാധാരണ ഒരു മനുഷ്യന്റെ നോർമൽ ഡേ തുടങ്ങുന്ന പോലെ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ ഡേയിൽ സെൽഫ് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന പോലെ അല്ല നാർസിസ്റ്റിന്റെ ഡേ തുടങ്ങുന്നത്. ഇവർ എണീക്കുമ്പോൾ തന്നെ ആ ഇമോഷണൽ സപ്ലൈ ഫ്യൂവൽ കിട്ടാനുള്ള സെർച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. ഒരു ഗ്രാൻഡിയോസ് നാർസിസ്റ്റ് അഥവാ ഓവേർഡ് നാർസിസ്റ്റ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്റ്റാറ്റസും ഡോമിനൻസും അഡ്മിറേഷനും ഒക്കെ കിട്ടണമെന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കും എണീക്കുന്നത് തന്നെ. സാധാരണ നമ്മുടെ ചുറ്റുപാടിലൊക്കെ കണ്ടുവരുന്ന ഫാമിലികളിൽ ആണ് ഈ ഗ്രാൻഡിയോസ് നാർസിസ്റ്റ് ഉള്ളതെങ്കിൽ അവർ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ചുറ്റുമുള്ളവരിൽ നിന്നും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഡിമാൻഡ് ചെയ്യും. രാവിലെ തന്നെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ പറ്റിയെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങും. അല്ലെങ്കിൽ ഇവർക്ക് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇവർ ദിനം തുടങ്ങുന്നത് തന്നെ. എന്നാൽ ഒരു വൾണറബിൾ കോവേർഡ് നാർസിസ്റ്റിന്റെ രീതി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അവർ ഉണർന്നെണീക്കുന്നത് തന്നെ ഒരു വളരെയധികം അമർഷത്തോടെ ഒരു കോവേർട്ട് ആയിട്ടുള്ള അസൂയയോടുകൂടിയായിരിക്കും എണീക്കുന്നത്. അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ അവരെപ്പോഴും വ്യക്തിമാണെന്നുള്ള രീതിയിലുള്ള പ്രകടനങ്ങൾ രാവിലെ തന്നെ തുടങ്ങും. ഫാമിലി മെമ്പേഴ്സിന് ചുറ്റുമുള്ളവർക്ക് മുമ്പിലൂടെ നെടുവേർപ്പെട്ടുകൊണ്ട് നടക്കുക, അഗ്രസീവായിട്ട് ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കാൻ തന്നെയുള്ള ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് കാണിക്കുക, പിന്നെ വളരെ സബ്റ്റിലായിട്ട് ഓരോ കമന്റുകളും ഡയലോഗുകളും പാസ്സാക്കുക. ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ചുറ്റുമുള്ളവരൊന്നും അതിനൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഇതാണ് ഒരു കോവേർഡ് നാർസിസ്റ്റ് രാവിലെ തന്നെ ഓണാക്കുന്ന അവരുടെ വിക്ടിം അലാറം. ഈ NPD ഉള്ളവരിൽ നടത്തിയിട്ടുള്ള ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസിൽ പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവരുടെ ബ്രെയിൻ സെന്റേഴ്സ് സാധാരണ എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഫിയർ സെന്റർ എന്ന് പറയുന്നത് അമിഗ്ഡാലയാണ്. ഈ അമിഗ്ഡാല ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ NPD ഉള്ള ആൾക്കാരിൽ അവർക്ക് റിജക്ഷൻ നേരിടുമ്പോൾ ഈ ചുറ്റുമുള്ള നാർസിസ്റ്റിക് സപ്ലൈകളിൽ നിന്നും റിജക്ഷൻ ഇല്ലാതാവുമ്പോഴത്തേക്കും ആ ഫിയർ സെന്റർ പെട്ടെന്ന് വളരെ വൾണറബിൾ ആകുന്നുണ്ട്. അവിടെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു റിയാക്ടിവിറ്റി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു ഈഗോ ഹേർട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള നാർസിസ്റ്റിന്റെ പെരുമാറ്റങ്ങളാണ്. തന്റെ പബ്ലിക് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, മാന്യമായിട്ടുള്ള തന്റെ മുഖംമൂടിയെ നിലനിർത്താനുള്ള, സമൂഹത്തിലും അവരുടെ ചുറ്റുപാടിലും നിരന്തരം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾ. അപ്പൊ ഈ ഉച്ചയോടുകൂടി ഏകദേശം ഉച്ച സമയത്തും അതിനുശേഷവും ഒക്കെയുള്ള സമയത്ത് നാർസിസ്റ്റ് പൂർണ്ണമായിട്ടും ഈ പബ്ലിക് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രകടനങ്ങളിൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് തന്നെ ആൾക്കാരുടെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും, ജോലി സ്ഥലത്താണെങ്കിലും കമ്മ്യൂണിറ്റികളിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും സപ്ലൈകളെ നിലനിർത്താനായി കൂട്ടുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാർസിസ്റ്റിന്റെ പ്രകടനങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിലായിരിക്കും. ഈ നാർസിസ്റ്റ് പബ്ലിക് കമ്മിറ്റികളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളായിരിക്കും. പള്ളിക്കാര്യത്തിലും അമ്പലക്കാര്യത്തിലും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഗ്യാതറിങ്ങുകളിലും ഒക്കെ വളരെയധികം ഒരു ഇൻവോൾവ്മെന്റ് നടത്താനായിട്ട് ഇവർ ശ്രമിക്കാറുണ്ട്. അത് മറ്റുള്ളവരിൽ നിന്നും എപ്പോഴും പ്രൈസും അഡ്മിറേഷനും ഇവരൊരു സെൽഫ്ലെസ് ആയിട്ടുള്ള വളരെ നല്ല വ്യക്തിയാണെന്ന് മറ്റുള്ളവരോട് നിരന്തരം പറയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ജോലി സ്ഥലത്ത് ക്രെഡിറ്റ് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നാർസിസ്റ്റ് നടത്തുന്ന ശ്രമങ്ങളാണ്. ഒരു ഗ്രാൻഡിയോസ് നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ഫുൾ ക്രെഡിറ്റ് അവരുടെ ടീമിന്റെ അച്ചീവ്മെന്റിന്റെ ഫുൾ
ഫുൾ ക്രെഡിറ്റ് സ്വന്തം പേരിലേക്ക് ആക്കാനായിട്ട് അവർ കാരണമാണ് അത് സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാൻ വളരെ മിടുക്കുള്ളവരാണ്. അതേ സമയത്ത് തന്നെ വളരെ തന്ത്രപരമായിട്ട് അവരായിട്ട് വരുത്തി വെക്കുന്ന മിസ്റ്റേക്കുകളുടെ ഉത്തരവാദിത്വം ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ തലയിലേക്ക് ഇവർ കൊണ്ടുവിടുകയും ചെയ്യും. മിക്കവാറും അവരുടെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന, അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ തലയിലേക്ക് ആയിരിക്കും ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കോവേർട്ട് നാർസിസിസ്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്ടിക്കുകളാണ് ഉപയോഗിക്കുന്നത്. അവർ സബ്റ്റിൽ ആയിട്ടുള്ള ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കുക. ഇവർ വളരെ സമർത്ഥമായി ജോലി സ്ഥലത്ത് ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. മറ്റാർക്കും കടന്നു വരാൻ പറ്റാത്ത, അവർക്ക് പൂർണ്ണമായും കൺട്രോൾ ഉള്ള. മാത്രമല്ല അവർ ക്രിയേറ്റ് ചെയ്ത ഈ ഗ്രൂപ്പിലും ആ ജോലി സ്ഥലത്തും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വിക്ടിമിനെ പോലെ എപ്പോഴും ഇവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. ആ രീതിയിൽ വളരെ വൾണറബിൾ ആയിട്ടുള്ള, കാമായിട്ടുള്ള, മാന്യമായിട്ടുള്ള ഒരു മുഖംമൂടിയായിരിക്കും ഇവരായിട്ട് അണിയുന്നത്. അങ്ങനെ ഇവരുണ്ടാക്കിയ ഗ്രൂപ്പിലൂടെ തന്നെ ചുറ്റുമുള്ളവരെ തമ്മിലടിപ്പിക്കാനും വളരെ സാമർഥ്യമുള്ളവരാണ് കോവേർട്ട് നാർസിസ്റ്റുകൾ. ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തു, ഗ്രൂപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ടീം ലീഡറിന്റെ അടുത്ത് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി പറയുകയാണ് അവർ ഭയങ്കരമായിട്ടുള്ള ത്യാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റിനെ ഈ ഫെയിലിയർ ആകാതെ, അത് ഫെയിലായി പോവാതെ, പാഴായി പോവാതെ തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ള ക്രെഡിറ്റ് എടുക്കുന്ന രീതിയിലുള്ള ഇത്തരം സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു വശത്ത് മാറി ഇന്ന് അത്ഭുതത്തോടെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഓവർ വർക്ക് ചെയ്തിട്ടാണ്, നിങ്ങളൊരു ടീമായിട്ട് തന്നെ ഓവർ വർക്ക് ചെയ്തിട്ടാണ് ഇത് അച്ചീവ് ചെയ്തത്. പക്ഷെ ഒരാൾ അവിടെ നിന്ന് ക്രെഡിറ്റ് മൊത്തം അടിച്ചെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇവരെങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്ലേറ്റ് നിങ്ങൾക്കെതിരെ സ്വിച്ച് ചെയ്യും. അവരോട് പറയും, ഞാനിവിടെ നമ്മുടെ ടീമിന്റെ ഇമേജ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? നിന്റെ സ്വന്തം ഈഗോയിലേക്ക് നീ എന്തിനാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നത്? നിങ്ങൾ നോർമലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ക്രെഡിറ്റിനെ പറ്റിയാണ് അവിടെ ചോദിക്കുന്നത്. പക്ഷേ അവർ അതിനെ നിങ്ങൾ കുറ്റബോധം തോന്നുന്ന രീതിയിൽ, നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ആക്കി തീർക്കും. ഇനി വൈകുന്നേരങ്ങളാകുമ്പോഴേക്കുമുള്ള നാർസിസ്റ്റിന്റെ പെരുമാറ്റം, കൂടണയുന്ന നാർസിസ്റ്റിന്റെ സ്പ്ലിറ്റിങ്ങും ഡിവാലുവേഷനും. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള NPD ഉള്ള ആൾക്കാരുടെ ഫാമിലി മെമ്പേഴ്സിനും പാർട്ട്നേഴ്സിനും ഏറ്റവും പേടിപ്പെടുത്തുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഇവർ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന സമയമാണ്. ഇവർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് ഈ സമയം ഡേഞ്ചറസ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ മുതൽ ഇത്രയും സമയം വരെ പബ്ലിക് മാസ്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പണിപ്പെട്ടുകൊണ്ടിരുന്ന, മാനിപ്പുലേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന, ടാക്ടിക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന നാർസിസ്റ്റുകൾ അത് തളർന്ന ഒരു അവസ്ഥയിൽ, ആ എനർജിയൊക്കെ തീർന്ന ഒരു അവസ്ഥയിൽ വരുന്ന ഒരു സമയമാണിത്. ഈ നാർസിസ്റ്റുകൾക്ക് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി അവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ മുമ്പ് വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ കംപ്ലീറ്റ്ലി ഒരാളെ അല്ലെങ്കിൽ വ്യക്തികളെ, ചുറ്റുമുള്ളവരെ എയ്തർ ബ്ലാക്ക് ഓർ വൈറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒന്നുകിൽ കംപ്ലീറ്റ്ലി നല്ലത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മോശം. അത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള, വൾണറബിൾ ആയിട്ടുള്ള അവസ്ഥയിലാകും ഇവർ എനർജി തീർന്നു വരുന്ന സമയങ്ങൾ. ഈ സമയങ്ങളിലാണ് നാർസിസ്റ്റുകളുടെ സ്വഭാവത്തിലെ വൈരുദ്ധ്യം വളരെ പ്രകടമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. കൂടെ ജോലി ചെയ്യുന്നവർക്ക് മുന്നിൽ, അയൽക്കാർക്ക് മുന്നിൽ, കൂട്ടുകാർക്ക് മുന്നിൽ വളരെ പൊളൈറ്റ് ആയിട്ടും ചാമിങ് ആയിട്ടും റിലീജിയസ് ആയിട്ടും ഒക്കെ അഭിനയിച്ച് കാണിക്കുന്ന നാർസിസ്റ്റിന്റെ പ്രകടനം കഴിഞ്ഞ് വീട്ടിലെത്തുന്ന നാർസിസ്റ്റ് 4 ചുവരുകൾക്കുള്ളിൽ ചെറിയ ട്രിഗറുകൾക്ക് പോലും, ചെറിയ ചെറിയ ഡിസ്കംഫർട്ടുകൾക്ക് പോലും, ഉദാഹരണത്തിന് എന്തെങ്കിലും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ, ഒരു 5 മിനിറ്റ് ഭക്ഷണം കൊടുക്കാൻ താമസിച്ചാൽ, ചായ കൊടുക്കാൻ താമസിച്ചാൽ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ചോദ്യം പോലും ചോദിച്ചാൽ അങ്ങേയറ്റം പൊട്ടിത്തെറിക്കുന്ന, റേജ് കാണിക്കുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്ന, സ്റ്റോൺ വാൾ ചെയ്യുന്ന ആളായിട്ടായിരിക്കും കാണപ്പെടുക. ഇത്തരം സാഹചര്യങ്ങളിൽ നാർസിസ്റ്റിക് ഇഞ്ചുറി സംഭവിക്കുന്ന നാർസിസ്റ്റ് എനർജി കൂടി എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അതിഭീകരമായിട്ട് വിക്ടിമായിട്ടിരിക്കുന്ന അവരുടെ പാർട്ണറിനെയോ അവരുടെ ഫാമിലി മെമ്പറിനെയോ തലയിലേക്ക് എല്ലാം കൂടി പ്രൊജക്ട് ചെയ്ത് കൊടുക്കും. എല്ലാ ബ്ലെയിമും അവരുടെ തലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ബ്ലെയിം എന്ന് പറയുന്നത് ഇവരുടെ കുട്ടികളായിട്ടുള്ള കൊച്ചു കുട്ടികളുടെ തലയിൽ വരെ വേണമെങ്കിൽ ഇവർ കൊണ്ടുവന്നിടും. പിന്നെ ട്രയാങ്കുലേഷൻ ആണ്. ഒരു കുടുംബത്തിന്റെ സെറ്റപ്പിലാണെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ്സ് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധയിലെത്തുന്നത്. ഒരു കുട്ടിയെ ഗോൾഡൻ ചൈൽഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അവരുടെ ഈഗോയുടെ എക്സ്റ്റൻഷനായി കാണുകയും മറ്റൊരു കുട്ടിയെ സ്കേപ്ഗോട്ട് ആക്കുകയും ചെയ്യുന്ന ഒരു വിനോദം ഈ ട്രയാങ്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നാർസിസ്റ്റുകൾ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ സമയങ്ങളിൽ വിക്ടിം ആയിട്ടുള്ളവർ ഫ്രീസ് ആയി പോകുന്നത്? ഇത് പലപ്പോഴും വിക്ടിം ആയിട്ടുള്ളവരുടെ മൈൻഡിൽ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാക്കും. അതായത് 2 രീതിയിലുള്ള ചിന്തകൾ ഒരേ സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വിക്ടിംസ് എപ്പോഴും കൂടുതൽ പോകുന്നത് ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ, ഈ ഒരു ടൈം പീരീഡിലാണ്. നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ടും ലോജിക്കലിയൊക്കെ അറിയാം ഇവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ ഉള്ളിൽ ചിന്തിച്ചു തുടങ്ങും, ഇവർക്ക് സമൂഹത്തിൽ മാന്യമായിട്ടുള്ള ഒരു മുഖമല്ലേ ഉള്ളത്, അപ്പൊ ഞാൻ കാരണമാണോ ഇവരിങ്ങനെ ആകുന്നത്? ഇപ്പോഴും ചുറ്റുമുള്ളവരെല്ലാവരും ഇവരെ ബഹുമാനിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാനായിരിക്കുമോ കാരണം ഒരു തരത്തിൽ ഇവരുടെ പെരുമാറ്റത്തിന്? ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ കാരണമല്ല, ഇവിടെ അവർ കാരണമുള്ള പ്രശ്നമാണ്. ഇവർ പുറത്ത് ആ ചാംനസ് കാണിക്കുന്നത് അവർക്ക് ആ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള അവരുടെ മാന്യമായിട്ടുള്ള ഇമേജ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഇന്റേണൽ ടോക്സിറ്റി എല്ലാം അവിടെ നിലനിർത്തിയ ശേഷം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്
4 ചുവരുകൾക്കുള്ളിലെ ഇവർ എന്ന് പറയുന്നത്. അതാണ് ഇവരുടെ റിയൽ സെൽഫ് എന്ന് പറയുന്നത്. ഇനി രാത്രി കാലങ്ങളിലെ നാർസിസ്റ്റുകളെ കുറിച്ചാണ്. എംപ്റ്റി ആയിട്ടുള്ള ഒരുതരം ഭ്രാന്ത് കാണിക്കുന്ന, വളരെയധികം മെന്റൽ കാൽക്കുലേഷൻസ് ചെയ്യുന്ന നാർസിസ്റ്റ്. ഈ രാത്രി നോയ്സുകളെല്ലാം ഫെയ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും നാർസിസ്റ്റുകൾക്ക് ഒരു നാർസിസ്റ്റിക് എംപ്റ്റിനെസ് ഉണ്ടാകുന്നുണ്ട്. ഈ സമയങ്ങളിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ എക്സ്റ്റേണൽ വാലിഡേഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസ് ഒന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇവരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈക്സിനും മെട്രിക്കുകളും ഒക്കെ നോക്കിക്കൊണ്ട്, സോഷ്യൽ സ്റ്റാറ്റസുകളൊക്കെ നോക്കിക്കൊണ്ട്, ആൾക്കാരുടെ ഇൻവോൾവ് ആയിക്കൊണ്ട്, സപ്ലൈകളെ തേടിക്കൊണ്ടായിരിക്കും ഇവരുണ്ടാവുക. നടന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ അവരുടെ ഹെഡിൽ തന്നെ അവരിങ്ങനെ റീപ്ലേ ചെയ്തു പോകും. വളരെ വിഷമമുള്ള ആളായിട്ട് എങ്ങനെ അഭിനയിച്ച് കാണിക്കാം, എങ്ങനെ എമ്പതി ഉള്ള ആളായിട്ടൊക്കെ കാണിക്കാം, കൂടുതലായിട്ട് അവരുടെ വ്യക്തിമായിട്ടുള്ള ആളിൽ വീണ്ടും കൺട്രോൾ എടുക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവർ ആ സമയത്ത് ഉണ്ടായിരിക്കുക. ആരെങ്കിലും ആ ദിവസങ്ങളിൽ അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർക്കെതിരെ എന്ത് ടാക്ടിക്സ് ഒക്കെയാണ് ഇനി ഞാൻ എടുക്കേണ്ടത് എന്നൊക്കെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കാരണം നാർസിസ്റ്റുകളുടെ സ്ലീപ്പ് പാറ്റേൺസിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യക്തിമായിട്ടുള്ള വ്യക്തിയെ അപേക്ഷിച്ച് വളരെ കുഴപ്പമില്ലാതെ ഉറങ്ങുന്നവരുമായിരിക്കും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഇവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അണ്ടർലൈനിങ് ആയിട്ടുള്ള ഒരു ആൻസൈറ്റിയുടെ കാരണം നാർസിസ്റ്റിക് സപ്ലൈകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇനി ഇവരെ എക്സ്പോസ് ചെയ്യുമോ എന്നുള്ള പേടിയുമാണ്. അതുകൊണ്ട് സാധാരണ ഒരു വ്യക്തി ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ചിന്തിക്കുന്ന പോലെ സെൽഫ് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ പറ്റി എന്തെങ്കിലും നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമ്മുടെ പാർട്ണറിനോട് എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ, കുടുംബാംഗങ്ങളോട് എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ മാറ്റം വരുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കില്ല NPD ഉള്ള വ്യക്തി ഒരിക്കലും ഉറങ്ങാൻ കിടക്കുന്നത്. അവർ ഉറങ്ങാൻ കിടക്കുന്നത് ഇനി എങ്ങനെ കൂടുതൽ കൺട്രോൾ എടുക്കാം, ഇനി എങ്ങനെ കൂടുതൽ പ്രൈസ് വാങ്ങിക്കാം, എങ്ങനെ ആൾക്കാരെ കൂടുതൽ അനുസരിപ്പിക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടും അതിനുള്ള സൂത്രങ്ങൾ മെനഞ്ഞുകൊണ്ടുമായിരിക്കും. ഞാനിപ്പോ ഒരു നാർസിസ്റ്റിന്റെ 24 മണിക്കൂറിലെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് നാർസിസ്റ്റിനോട് സഹതാപം തോന്നാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കുണ്ടാകുന്ന സെൽഫ് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ നാർസിസ്റ്റുകൾ രാവിലെ തന്നെ തുടങ്ങുന്ന ഡിമാൻഡിങ്ങും, അത് കഴിഞ്ഞ് ഉച്ചവരെയും ഉച്ചയ്ക്ക് ശേഷവും കാണിച്ചുകൊണ്ടിരിക്കുന്ന മാനിപ്പുലേഷൻസും, വൈകുന്നേരങ്ങളിലെ പൊട്ടിത്തെറികളും, രാത്രി കാലങ്ങളിൽ കാണിക്കുന്ന കോൾഡ്നെസ്സും കാൽക്കുലേഷൻസും ഇവരുടെ ഈ പാത്തോളജിക്കൽ ഡിസോർഡറിലെ സൈക്കോളജിക്കൽ ലൂപ്പാണ്, ഒരിക്കലും അവസാനിക്കാത്ത ചുഴിയാണ്. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: നമ്മൾ ഒരിക്കലും ഇതിനെ പേഴ്സണൽ ആയിട്ട് എടുക്കരുത്, നമ്മൾക്ക് ഒരിക്കലും ഇവരെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല, നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഇവർക്കിടയിൽ ഉണ്ടാക്കണം എന്നുള്ള 3 കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഓൾറെഡി തന്നെ എന്റെ ഓരോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. നാർസിസത്തിനും NPDക്കും വിക്ടിമായവർക്കും അതിന്റെ സർവൈവേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന പിയർ സപ്പോർട്ട് സെഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അടുത്ത വീക്കിലേക്കുള്ള ജോയിൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് ഈ സെഷന്റെ ഭാഗമാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. നിങ്ങൾ ഇത്തരത്തിൽ നാർസിസ്റ്റിക് സപ്ലൈ എടുത്തു മാറ്റുമ്പോൾ കൺട്രോൾ നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഈ 2 രീതിയിലുള്ള നാർസിസ്റ്റുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർക്ക് ഷെയർ ചെയ്തെത്തിച്ച് വീഡിയോ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്തുകൂടി കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്താനായി നിങ്ങൾ മാക്സിമം സഹായിക്കുക. നിങ്ങളുടെ സമാനത സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ ഹീൽ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും